അടൂർ മലയുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരു ഭാഗത്ത് നിന്ന് മണ്ണിടിഞ്ഞ് താഴേക്ക് റോഡിലേക്ക് വീണ് കിടക്കുന്നുണ്ട്. വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. രക്ഷാപ്രവർത്തനം കുടയത്തൂർ രവിയുടെ വീട്ടിൽ, അവിടെ ഒരാളെ കാണാനില്ല. അവിടെ എങ്ങനെ പുരോഗമിക്കുന്നു? വൈകാതെ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിക്കുമെന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോൾ അത് ആരംഭിച്ചിട്ടുണ്ടോ? ഭീമ, ഞങ്ങളിപ്പോ അടൂർമലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഫോർവീലുള്ള ജീപ്പൊക്കെ കയറി പോകുന്ന അത്തരത്തിൽ ഉയരമുള്ള ഒരു മല തന്നെയാണ്. വഴി പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ്. പല സ്ഥലത്തും ഈ വഴിയിൽ ഇത്തരത്തിൽ മണ്ണ് ഇടിഞ്ഞ് വീണിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭാഗികമായിട്ടുള്ള ഗതാഗതം മാത്രമേ സാധ്യമാകുന്നുള്ളൂ. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇനി ഈ മേഖലയിൽ മഴ തുടർന്നാൽ വീണ്ടും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ് ജനപ്രതിനിധികളടക്കം പറയുന്നത്. ഇടുക്കി MP ഡീൻ കുര്യാക്കോസും അതോടൊപ്പം തന്നെ ഇടുക്കി MLA റോയ് കെ പൗലോസും ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ മണ്ണ് നീക്കം ചെയ്യുന്നതിനുള്ള JCB ഇതുവരെ ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല. JCB ഞങ്ങൾ സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ പിന്നിലാണുള്ളത്. അത് എത്തിയതിനു ശേഷം മാത്രമേ രക്ഷാപ്രവർത്തനം ആരംഭിക്കൂ. നിലവിൽ മഴ മാറി നിൽക്കുകയാണ്. പക്ഷേ ആകാശം മേഘാവൃതമാണ്. ഏത് സമയത്ത് വേണമെങ്കിലും വീണ്ടും മഴ ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ ഈ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ വലിയ രീതിയിലുള്ള വെള്ളപ്പാച്ചിൽ ഉണ്ടായതിന് സമാനമായി റോഡൊക്കെ തകർന്നു കിടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും എത്രത്തോളം ദുഷ്കരമാകും രക്ഷാപ്രവർത്തനം എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. അവിടെ ചെന്നാൽ മാത്രമേ ഈ ഉരുൾപൊട്ടലിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് പറയാൻ കഴിയൂ. എന്തായാലും ജില്ലാ കളക്ടർ അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങളും ഈ കുടയത്തൂർ മേഖലയിലേക്ക് കേന്ദ്രീകരിക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനം JCB എത്തിയാൽ ഉടൻ തന്നെ ആരംഭിക്കാൻ കഴിയും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ NDRFന്റെ സംഘവും ഫയർഫോഴ്സിന്റെ സംഘവും ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ അപകടത്തിൽ 3 പേരാണ് പെട്ടത്. അതിൽ 2 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. രവി നാരായണൻ, അടൂർ സ്വദേശി രവി നാരായണൻ, മകൻ രതീഷ് എന്നിവരെയാണ് രക്ഷപ്പെടുത്തിയത്. രവി നാരായണന്റെ ഭാര്യ ശ്രീമതി ഇവരെയാണ് കാണാതായിരിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ ഉരുൾപൊട്ടലിൽ അകപ്പെട്ടവർ താഴേക്ക് ഒലിച്ചു പോയിട്ടുണ്ടോ എന്നുള്ളത് സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മണ്ണ് നീക്കം ചെയ്ത് പരിശോധന നടത്തിയാൽ മാത്രമേ ഈ കാര്യത്തിൽ വ്യക്തത വരൂ. തീർച്ചയായും രക്ഷാപ്രവർത്തനം അവിടെ വൈകാതെ തന്നെ ആരംഭിക്കും. ജെയിനി, വാഗമൺ കോലാഹല മേഖലയിലെ സാഹചര്യം എന്താണ്? അവിടെ ഒരു വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും രാത്രിയാണ് കനത്ത മഴയുണ്ടായത്. അപ്പോൾ തന്നെ ആയിരിക്കും മണ്ണിടിഞ്ഞു വീണതും. വീട്ടിലെ ആർക്കെങ്കിലും മറ്റു ബുദ്ധിമുട്ടുകളോ ശാരീരിക പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു ഈ സമയത്ത്? നിലവിൽ കോലാഹല മേഖലയിൽ നിന്ന് ആരെങ്കിലും അപകടത്തിൽപ്പെട്ടതായിട്ടുള്ള വിവരം ലഭ്യമായിട്ടില്ല. വീടിന് മുകളിലേക്ക് മണ്ണ് ഇടിഞ്ഞു വീണിട്ടുണ്ട്. അതിൽ അപകടത്തിൽ ആരെങ്കിലും പെട്ടതായിട്ട് ഇതുവരെ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. അതോടൊപ്പം തന്നെ ജില്ലയുടെ വിവിധ മേഖലകളിൽ ഇത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാരണം വളരെ ശക്തമായിട്ടുള്ള മഴയായിരുന്നു. കൊക്കയാറിൽ 6ഓളം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അടിമാലി മേഖലയിൽ ദേവിയാർ പുഴ കരകവിഞ്ഞ് ഒഴുകുന്നു എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ദേശീയപാതയിൽ നേരിമംഗലം മുതൽ ആരംഭിക്കുന്ന ഭാഗത്ത് റീച്ചിൽ ദേശീയപാതയുടെ നിർമ്മാണം നടക്കുകയാണ്. ആ ഭാഗങ്ങളിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. അതോടൊപ്പം തന്നെ വണ്ടിപ്പെരിയാർ മേഖലയിലും അവിടെ ചെറിയ തോടുകളൊക്കെ പുഴകളും കരകവിഞ്ഞൊഴുകുകയാണ്. കവരിയിൽ വെള്ളം നിറഞ്ഞതിനെ തുടർന്ന് ദേശീയപാത 183 വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ വിവിധ ഇടങ്ങളിൽ പ്രതിസന്ധികൾ നിലവിലുണ്ട്. രക്ഷാപ്രവർത്തനം എത്രത്തോളം ഏകോപിപ്പിക്കാൻ ജില്ലാ ഭരണകൂടത്തിന് കഴിയും എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തത വന്നിട്ടില്ല. എന്തായാലും നേരം പുലർന്നു വരുന്നതേ ഉള്ളൂ. ഈ മഴയുടെ ആഘാതം എത്രത്തോളം ഉണ്ട് എന്ന് വരും മണിക്കൂറുകളിലായിരിക്കും കൂടുതൽ വ്യക്തമായി വരിക. തീർച്ചയായും ആദ്യഘട്ടത്തിൽ ലഭിച്ചൊരു ദൃശ്യങ്ങളുടെ സഹായത്തിൽ മാത്രമാണ് ഉരുൾപൊട്ടലിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ. ജയിൽ സംഭവ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരാളാണ് കുടുങ്ങിക്കിടക്കുന്നത്. സുമതിക്കായുള്ള രക്ഷാപ്രവർത്തനം വൈകാതെ തന്നെ ആരംഭിക്കും. സുമതിയുടെ ഭർത്താവും മകനും രക്ഷപ്പെട്ടിരുന്നു. വലിയ രീതിയിൽ ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയാണ് സംസ്ഥാന വ്യാപകമായുള്ളത്. അതിൽ ഇടുക്കിയിൽ അതിശക്തമായ മഴയായിരുന്നു തുടർന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അല്പസമയത്തേക്ക് മാത്രം മഴയൊന്ന് മാറി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതിൽ കുടയത്തൂർ അടൂർ മലയിലാണ് ഏറ്റവും ആശങ്കയുള്ളത്. അവിടെയാണ് ഉരുൾപൊട്ടിയത്. രവി എന്നയാളുടെ വീട് പൂർണ്ണമായും തകർന്നു. രവിയുടെ മകനും രക്ഷപ്പെട്ടു. പക്ഷേ ഭാര്യ സുമതിയെ കാണാനില്ല. രക്ഷാപ്രവർത്തനമാണ് അധികം വൈകാതെ ആരംഭിക്കുക.